ഏതു നിമിഷവും ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുമെന്ന് കരുതിയവരാണ് ഏറെയും. പക്ഷേ ഇപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒരു പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് യൂറോപ്യൻ യൂണിയനുമായി നല്ല ബന്ധത്തിന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അവരുമായി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ യൂറോപ്യൻ യൂണിയനുമായി നല്ല ബന്ധം വികസിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ യൂറോപ്യൻ യൂണിയനുമായി അല്പം അകൽച്ചയിൽ തന്നെയാണ് ഇറാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് ഹമാസിന് നൽകുന്ന പിന്തുണ, ഏറ്റവും ഒടുവിൽ റഷ്യയ്ക്ക് നൽകിയ പിന്തുണ, ഇതെല്ലാമാണ് അകൽച്ചയുടെ ആഴം വർദ്ധിപ്പിച്ചത്. ഇപ്പോഴിതാ ഇറാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സംസാരം തുടങ്ങുവാൻ അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങാൻ തയ്യാറാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ 2 ദിവസമായി ഇറാൻ്റെ ഭാഗത്തുനിന്നുടൻ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകില്ല എന്ന് വിവിധ രാജ്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ്റെ പുതിയ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പുതിയ പ്രസ്താവന എത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ബുധനാഴ്ചയാണ് പുതിയ വിദേശകാര്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തത്. ഇറാൻ്റെ പുതിയ ഭരണാധികാരി അല്ലെങ്കിൽ പുതിയ ഭരണകൂടം ഒരു പുതിയ ഇറാന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.